ഡൽഹിയിൽ BJP ജയിക്കുകയും ആം ആദ്മി പാർട്ടി പ്രതിപക്ഷത്താകുകയും ചെയ്തപ്പോൾ വലിയ അത്ഭുതം തോന്നിയില്ല. കാരണം ഈ രണ്ട് പാർട്ടികളും ഏറെക്കുറെ തുല്യ ശക്തികളാണ് ഡൽഹിയിൽ. കേന്ദ്രത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ BJP ജയിക്കും, സംസ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി ജയിക്കും. അതായിരുന്നു പതിവ്. ഇത്തവണ തുല്യ ശക്തികൾ തമ്മിലുള്ള ഏറ്റുമുട്ടലായിരുന്നു. അവിടെ ആം ആദ്മിക്ക് മീതെ BJP വിജയം നേടി. അതിൽ അത്ഭുതപ്പെടേണ്ട യാതൊന്നും തന്നെയില്ല. മാത്രവുമല്ല, കഴിഞ്ഞ 2 തവണത്തെ തെരഞ്ഞെടുപ്പുകളിൽ BJPക്കുണ്ടായ തിരിച്ചടി വെച്ച് നോക്കുമ്പോൾ ഇത്തവണ ആം ആദ്മിക്ക് അത്ര വലിയൊരു പരാജയം ഉണ്ടായി എന്ന് പറയാൻ പറ്റുകയില്ല. പിന്നെ അരവിന്ദ് കെജ്രിവാളും മനീഷ് സിസോദിയയും തോറ്റുപോയി. അത് അവരുടെ കയ്യിലിരിപ്പിൻ്റെ കുഴപ്പം കൊണ്ടാണ് എന്നുള്ളത് ഇപ്പോൾ എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ കോൺഗ്രസ് പാർട്ടിക്ക് ഒരു സീറ്റും കിട്ടിയില്ല എന്ന് മാത്രമല്ല, 67 സ്ഥലത്ത് അവരുടെ ജാമ്യസംഖ്യ നഷ്ടപ്പെട്ടു. അതിലും വലിയ അത്ഭുതത്തിനൊന്നും അവകാശമില്ല. മുമ്പ് കോൺഗ്രസിന് വോട്ടിരുന്ന ആളുകൾ ഇപ്പോൾ പൂർണ്ണമായിട്ടും ആം ആദ്മി പാർട്ടിക്ക് വോട്ട് മാറ്റി ചെയ്യാൻ തുടങ്ങി. നേരത്തെ പശ്ചിമ ബംഗാളിൽ കോൺഗ്രസ്സുകാരായിരുന്ന ആളുകൾ മുഴുവനും തൃണമൂൽ കോൺഗ്രസ്സായിട്ട് മാറിയ പോലെ. അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. സ്വാഭാവികമായൊരു കാര്യം തന്നെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. പിന്നെ കോൺഗ്രസ് പാർട്ടിക്കാരുടെ നാട്യവും ജാടയൊക്കെ കണ്ടാൽ 70 സീറ്റിലും ജയിച്ചു കളയും എന്നൊരു മട്ടുണ്ടായിരുന്നു. പക്ഷേ അത് വെറും അമിത ആത്മവിശ്വാസമാണ്, അല്ലെങ്കിൽ തവള മസിൽ പിടിക്കുന്ന പോലെ വെറും മസിൽ പിടുത്തമാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ അവിടെയും അത്ഭുതമില്ല. പിന്നെ ഇടതുപക്ഷ പാർട്ടികൾ നോട്ടയോട് മത്സരിച്ച് അതിലും പുറകിലായിപ്പോയി എന്നുള്ളതിലും അത്ഭുതമില്ല. കാരണം ഇടതുപക്ഷത്തിന് വലിയ വളക്കൂറുള്ള മണ്ണല്ല ഡൽഹി. നമ്മുടെ അസദുദ്ദീൻ ഒവൈസിയുടെ പാർട്ടി 2 സീറ്റിൽ മത്സരിച്ചു. 2 സ്ഥലത്തും മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചു. ഒരിടത്ത് ഇവരുടെ പെർഫോമൻസ് കൊണ്ട് BJP ജയിച്ചു, മറ്റിടത്ത് BJPയെ ജയിപ്പിക്കാൻ അവർക്ക് സാധിച്ചില്ല. ആ മണ്ഡലത്തിൽ, അത് ഓഖല മണ്ഡലമാണ്, അവിടെ ആം ആദ്മി പാർട്ടിയുടെ മുസ്ലിം സ്ഥാനാർത്ഥി ജയിച്ചു. മുസ്തഫാബാദിലാണ് ഇവർ BJPയെ ജയിപ്പിച്ചത്. ഏതായാലും അവരുടെ അവതാര ലക്ഷ്യം നിറവേറി. അതിൽ നമുക്ക് അത്ഭുതത്തിനൊന്നും അല്ലെങ്കിൽ ഞെട്ടലിനൊന്നും കാര്യമില്ല. പിന്നെ ഈ തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് ശരിക്കും അത്ഭുതം തോന്നിയെന്ന് വെച്ചാൽ, തെരഞ്ഞെടുപ്പ് ഫലം വന്ന് ഇത്ര ദിവസമായിട്ടും ആരും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ കുറ്റം പറഞ്ഞില്ല എന്നുള്ളിടത്താണ്. സാധാരണ ഇതിൽ തോറ്റ പാർട്ടിയുടെ പ്രധാനപ്പെട്ട തുറുപ്പ് ചീട്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ മാനിപ്പുലേറ്റ് ചെയ്തു, അതുകൊണ്ട് ഞങ്ങൾ തോറ്റുപോയി എന്നുള്ളതായിരിക്കും. ഈ ട്രെൻഡ് കാണാൻ തുടങ്ങിയത് 2017 ഉത്തർപ്രദേശ് വിധാൻസഭാ തെരഞ്ഞെടുപ്പ് മുതൽക്കാണ്. ഉത്തർപ്രദേശ് വിധാൻസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ BJPക്ക് വലിയ ഭൂരിപക്ഷം കിട്ടി. സമാജ്വാദി പാർട്ടിയും ബഹുജൻ സമാജ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയൊക്കെ വളരെ പുറകിലായി. അന്ന് കുമാരി മായാവതിയാണ് ആദ്യമായിട്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ കുറ്റം പറയാൻ തുടങ്ങിയത്. മായാവതി പറഞ്ഞപ്പോൾ ആരും അതിന് വലിയ പ്രാധാന്യം കൊടുത്തില്ല. പക്ഷേ മറ്റ് നേതാക്കന്മാർ ഗ്രാജുവലായിട്ട് അതുമ്പോൾ കയറി പിടിച്ചു. അന്ന് മായാവതിക്ക് ശക്തമായ പിന്തുണ കൊടുത്ത ആളുകളിൽ ഒരാൾ അരവിന്ദ് കെജ്രിവാളായിരുന്നു. അത് എന്നെ സാമാന്യമായിട്ട് വിസ്മയിപ്പിച്ചു. കാരണം അന്ന് ഡൽഹി നിയമസഭയിൽ 70-ൽ 67 സീറ്റും കെജ്രിവാളിൻ്റെ പാർട്ടി ജയിച്ച് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ഇലക്ട്രോണിക് മെഷീൻ മാനിപ്പുലേറ്റ് ചെയ്തിട്ടാണോ ഇവർക്ക് ഇത്ര ഭൂരിപക്ഷം കിട്ടിയത് എന്ന് ആരും ചോദിച്ചു പോയി. അങ്ങനൊരു സാഹചര്യമായിരുന്നു. പക്ഷേ കെജ്രിവാൾ അതിശക്തമായിട്ട് മായാവതിയെ പിന്തുണച്ചു. ഉത്തർപ്രദേശിൽ ഇലക്ട്രോണിക് യന്ത്രത്തിൽ വലിയ കൃത്രിമം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് BJPക്ക് ഭൂരിപക്ഷം കിട്ടിയതെന്ന് അദ്ദേഹം ഖണ്ഡിതമായിട്ട് പറഞ്ഞു. പിന്നീട് പല തെരഞ്ഞെടുപ്പുകളിൽ ഇതുപോലുള്ള ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും അവസാനം മഹാരാഷ്ട്രയിലാണ് നമ്മുടെ രാഹുൽജിയും മറ്റുമൊക്കെ ഇലക്ട്രോണിക് യന്ത്രത്തിൽ വലിയ കൃത്രിമം നടത്തി, അതുകൊണ്ട് ഞങ്ങളുടെ പാർട്ടി തോറ്റുപോയി എന്ന നിലപാടിലെത്തി. അദ്ദേഹത്തിൻ്റെ സഖ്യകക്ഷികളായിട്ടുള്ള ശരത് പവാറിൻ്റെ NCPക്കോ അല്ലെങ്കിൽ ഉദ്ധവ് താക്കറയുടെ ശിവസേനയ്ക്കോ ഒന്നും അങ്ങനെ ഒരു സംശയമില്ല. മാത്രവുമല്ല, ഇന്ത്യ സഖ്യത്തിലെ ഒരു പ്രമുഖ ഘടകകക്ഷിയായ നാഷണൽ കോൺഫറൻസ്, അതായത് ഒമർ അബ്ദുള്ള, രാഹുൽ ഗാന്ധിയെ കണക്കിന് പരിഹസിക്കുകയും ചെയ്തു. നിങ്ങൾ തോൽക്കുന്നിടത്തൊക്കെ ഇലക്ട്രോണിക് യന്ത്രം വളരെ മോശം, നിങ്ങൾ ജയിക്കുന്നിടത്തൊക്കെ വിശ്വോത്തരം എന്നാണോ പറയുന്നത് എന്ന് ഒമർ അബ്ദുള്ള പോലും ചോദിക്കാൻ തുടങ്ങി. രാഹുൽ ഗാന്ധിക്ക് ഇപ്പോൾ ആകെ പിന്തുണയുള്ളത് നമ്മുടെ കേരളത്തിലെ ഈ മീഡിയ വൺ ചാനലിൽ മാത്രമാണ്. അടുപ്പൂട്ടി ചർച്ച ചെയ്യുന്ന ആളുകളെല്ലാവരും പറയുന്നത് ഇലക്ട്രോണിക് യന്ത്രത്തിൽ വലിയ കൃത്രിമമാണ്, ആ കൃത്രിമം കൊണ്ടാണ് BJP ജയിക്കുന്നത് അഥവാ കോൺഗ്രസ് തോക്കുന്നത് എന്നാണ്. എന്തുവാട്ടെ, അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ഈ ഡൽഹി തെരഞ്ഞെടുപ്പിൽ റിസൾട്ട് വന്നു. നമ്മളെന്താ പ്രതീക്ഷിക്കുക? അരവിന്ദ് കെജ്രിവാൾ തീർച്ചയായിട്ടും ഇലക്ട്രോണിക് യന്ത്രത്തെ കുറ്റപ്പെടുത്തും. യന്ത്രത്തിൻ്റെ തകരാറ് കൊണ്ടാണ് ഞാൻ തോറ്റുപോയത്, അല്ലെങ്കിൽ ജനങ്ങൾക്ക് എന്നുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് അദ്ദേഹത്തിന് പറയാമായിരുന്നു. അല്ലെങ്കിൽ കോൺഗ്രസ്സിന് പറയാമായിരുന്നു, ഇത്തവണ കോൺഗ്രസ്സിന് ഭൂരിപക്ഷം കിട്ടുമായിരുന്നു, ഞങ്ങൾ ഡൽഹി ഭരിക്കാൻ തീർച്ചയായും യോഗ്യരാണ്, ജനങ്ങളുടെ വിശ്വാസം ആർജിച്ച പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സാണ്, പക്ഷേ
ഞങ്ങൾക്ക് 67 സ്ഥലത്ത് ജാമ്യസംഖ്യ നഷ്ടപ്പെട്ടത് ഇലക്ട്രോണിക് യന്ത്രത്തിൽ നടത്തിയ മാനിപ്പുലേഷൻ കൊണ്ടാണ്. കൈപ്പത്തിക്ക് കുത്തിയാൽ വോട്ട് പോകുന്നത് താമരക്കായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ തോറ്റുപോയത്. 70 സീറ്റ് തോറ്റത് യഥാർത്ഥത്തിൽ ഞങ്ങൾ ജയിക്കേണ്ട സീറ്റുകളായിരുന്നു. പക്ഷേ യന്ത്രത്തിൽ കൃത്രിമം നടത്തിയതുകൊണ്ട് ഞങ്ങൾ ഒരിടത്തും ജയിച്ചില്ല. ഇത് വലിയ വഞ്ചനയാണ്. തെരഞ്ഞെടുപ്പ് അസ്ഥിരപ്പെടുത്തണം, രണ്ടാമത് തെരഞ്ഞെടുപ്പ് നടത്തണം എന്നൊക്കെ ആവശ്യപ്പെടാൻ. പക്ഷേ കോൺഗ്രസ്സുകാർക്ക് ഭയങ്കര സന്തോഷമായി. 67 സീറ്റിൽ ജാമ്യസംഖ്യ പോയതുകൊണ്ടല്ല, 70 സീറ്റിൽ തോറ്റതുകൊണ്ടല്ല, ഇവർ തോക്കുന്ന കൂട്ടത്തിൽ ആം ആദ്മിയുടെ ഭരണം ഇല്ലാതായല്ലോ എന്ന സന്തോഷവും എന്ന മനസമാധാനവുമാണ് ഇപ്പോൾ ഈ പാവങ്ങൾക്കുള്ളത്. നമ്മുടെ 2 കണ്ണും പൊട്ടിയാലെന്നാൽ മറ്റവൻ്റെ 1 കണ്ണെങ്കിലും പൊട്ടിയല്ലോ എന്ന പഴയ ലോജിക്കാണ് പാവപ്പെട്ട കോൺഗ്രസ്സുകാരെ ഇപ്പോൾ ഭരിക്കുന്നത്. മാത്രമല്ല, ഇങ്ങനെ ഒരു അവസരം മുതലെടുത്ത് ഡൽഹിയിൽ ഭരണം നഷ്ടപ്പെട്ട ആം ആദ്മിയെ പഞ്ചാബിൽ മലത്തി അടിക്കാം. അവിടെ നിന്ന് 10-30 MLA-മാരെ ചാക്കിട്ട് പിടിച്ച് അവരുടെ കലാപം ഉണ്ടാക്കി ആ മന്ത്രിസഭയെ അട്ടിമറിക്കാം എന്നൊക്കെയാണ് കോൺഗ്രസ്സുകാർ മനോരഥം കാണുന്നത്. ഇതുപോലെ നടക്കുമെന്ന് ചോദിച്ചാൽ പടച്ചവനും അതിനറിയും. കൂറുമാറിക്കഴിഞ്ഞാൽ MLA-മാരുടെ MLA സ്ഥാനം പോവും എന്നല്ലാണ്ട് പ്രത്യേകിച്ച് ഒരു വിശേഷം ഉണ്ടാകാൻ പോകുന്നില്ല. 30 പേരെ പിടിച്ചാലും കോൺഗ്രസ്സിന് മന്ത്രിസഭ ഉണ്ടാക്കാനൊന്നും പറ്റുകയില്ല, ഭൂരിപക്ഷം എത്തുകയില്ല. പിന്നെ വലിയ കുതിര കച്ചവടം നടത്തി കഴിഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ് മന്ത്രിസഭയെ ഡിസ്മിസ് ചെയ്ത് അല്ലെങ്കിൽ ആ നിയമസഭ പിരിച്ചുവിട്ട് വേറെ ഇലക്ഷൻ പ്രഖ്യാപിക്കാനുള്ള സാധ്യതയും കൂടി കിട്ടും. അതുകൊണ്ട് വലിയ കളിയൊന്നും കളിക്കാതിരിക്കുന്നതാണ് എല്ലാവർക്കും നല്ലത്. അവിടെ ആം ആദ്മിയുടെ സർക്കാർ വരുന്നതാണ് BJP-യുടെയോ അകാലിദളിൻ്റെയോ സർക്കാർ വരുന്നേക്കാളും കോൺഗ്രസ്സിന് നല്ലത്. 5 കൊല്ലം കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ മത്സരിച്ചാൽ ജയിക്കാനൊരു ചെറിയ സാധ്യത ഉണ്ടാകും. അപ്പോൾ ഏതായാലും ഇത്തവണ ആരും ഇലക്ട്രോണിക് മെഷീനെ കുറ്റം പറയത്തില്ല എന്നുള്ളൊരു പരാധീനത അവിടെ നിൽക്കുന്നു. തെരഞ്ഞെടുപ്പിൽ കൃത്രിമമുണ്ട് എന്ന് ആം ആദ്മി പാർട്ടിയുടെ വക്താവ് നമ്മുടെ മീഡിയ വൺ ചാനലിന് കൊടുത്ത പ്രത്യേക അഭിമുഖത്തിൽ ആരോപിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു ഇലക്ട്രോണിക് യന്ത്രത്തിലായിരിക്കും. നല്ല യന്ത്രത്തിൽ കൃത്രിമം നടത്തിയെന്ന് അവർക്കും ഒരു ആരോപണമില്ല. അവർ പറയുന്നത് വോട്ടർ പട്ടികയിൽ അനർഹരായ അയോഗ്യരായ ആളുകളെ കൂട്ടിച്ചേർത്തു, പിന്നെ യോഗ്യന്മാരായ കുറേ പേരുടെ പേര് വെട്ടിക്കളഞ്ഞു എന്നാണ്. അല്ലാതെ യന്ത്രത്തിൽ എന്തെങ്കിലും കുത്തിത്തിരിപ്പ് നടത്തിയിട്ട് ആരും ആരോപിച്ചിട്ടില്ല. സത്യം പറഞ്ഞാൽ ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഇലക്ട്രോണിക് യന്ത്രത്തിന് തന്നെ അവമാനമാണ് ഇപ്പോഴത്തെ ഈ നിലപാട്. രാഹുൽജിയെങ്കിലും സന്ദർഭത്തിനൊത്ത് ഉയരണം എന്നാണ് എൻ്റെ ഒരു അപേക്ഷ. ഈ പരിപാടി കണ്ടിട്ടെങ്കിലും ഇത് കാണുന്ന ആളുകൾ ആരെങ്കിലും KC വേണുഗോപാലോ കൊടിക്കുന്നിൽ സുരേഷോ അല്ലെങ്കിൽ D കുര്യാക്കോസോ ആരെങ്കിലും രാഹുൽജിയോട് പറഞ്ഞിട്ട് ഇലക്ട്രോണിക് യന്ത്രത്തിനെതിരായിട്ട് ഒരു പ്രതികരണമെങ്കിലും നടത്തിക്കണം എന്ന് മാത്രമാണ് അഭ്യർത്ഥന. ജയ് ഹിന്ദ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.